Meet the editors. ഭയപ്പെട്ടോ ഭിന്നിപ്പുണ്ടാക്കൽ എന്നതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ ഈ പ്രസംഗം രാജസ്ഥാനിലാണ് നടത്തിയത്. അപ്പോൾ ഒരു ഭയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രസംഗം എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. എന്താണ് തോന്നുന്നത്? അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ പ്രസംഗം നടന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അത് രാജസ്ഥാനിലായിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, കേന്ദ്ര മന്ത്രിസഭയിൽ പുരുഷോത്തം റുപാല എന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട്. പുരുഷോത്തം റുപാല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആനിമൽ ഹസ്ബൻഡറി, ഡയറി, ഫിഷറീസ്, വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. സഹമന്ത്രിയാണ്. അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള ഒരു നേതാവാണ്. ഈ പുരുഷോത്തം റുപാല മാർച്ച് 22-ാം തീയതി, കഴിഞ്ഞ മാസം 22-ാം തീയതി ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം രജപുത്രന്മാരെ, രാജ്പുട്ടുകളെ വലിയ രീതിയിൽ അപമാനിച്ചു, പരിഹസിച്ചു. അതവിടെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബ്രിട്ടീഷുകാരുമായി ഒളിബന്ധമുണ്ടായിരുന്ന വിഭാഗമാണ് രജപുത്രന്മാർ എന്നാണ് പുരുഷോത്തം റുപാല എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള BJPയുടെ നേതാവ്, കേന്ദ്രമന്ത്രിസഭയിലെ അംഗം മാർച്ച് 22-ാം തീയതി രാജ്കോട്ടിൽ പ്രസംഗിച്ചത്. ആ പ്രസംഗം ചെറിയ ഇഫക്റ്റ് അല്ല രജപുത്ര വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ദേശീയ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കാര്യമായി ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ രജപുത്ര വിഭാഗം എന്ന് പറയുന്നത് ക്ഷത്രിയ വംശമാണ്. ആ ക്ഷത്രിയ വംശത്തിൽ തന്നെ രജപുത്രരാണ് ഏറ്റവും ഉയർന്ന വിഭാഗം. അതിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. അങ്ങനെ 120 സംഘടനകൾ, രജപുത്ര വിഭാഗത്തിൽപ്പെട്ട, ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട 120 സംഘടനകൾ അഹമ്മദാബാദിലെ ഖോട്ട എന്ന സ്ഥലത്ത്, രജപുത്ര സമാജ് ഭവൻ എന്ന സ്ഥലത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വലിയ യോഗം ചേർന്നു. ആ യോഗം ചേർന്നിട്ട് അവരെടുത്തൊരു തീരുമാനമെന്ന് പറയുന്നത് പുരുഷോത്തമം റുപാലയുടെ ഈ പ്രസംഗത്തിൻ്റെ പേരിൽ BJPക്ക് ഇനി വോട്ട് ചെയ്യരുത് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ രജപുത്രർ അത്ര വലിയൊരു വിഭാഗമല്ല, അവർ 5% ഉള്ളൂ. പക്ഷേ അവർ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ജാതി വിഭാഗമാണ്. നോക്കൂ, അവരുടെ തീരുമാനമെന്ന് പറയുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അവരുടെ സ്ത്രീകളാണ് അവഹേളിക്കപ്പെട്ടത്. ആ വാക്ക് തന്നെ ഞാൻ പറയാം, റോട്ടി ആൻഡ് ബേട്ടി. അതായത് റൊട്ടിയുടെ പേരിലും പെൺമക്കളെ കൊടുത്തും ബ്രിട്ടീഷുകാരുമായി ഒരു ഒളിബന്ധം സ്ഥാപിച്ച വിഭാഗമാണ് രജപുത്രർ എന്നാണ് പുരുഷോത്തം റുപാല പറഞ്ഞത്. അവരെ സ്ത്രീകളാണ് പരിഹസിക്കപ്പെട്ടത്, അപഹസിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ സ്ത്രീകളെ മുഴുവൻ രംഗത്തിറക്കിക്കൊണ്ട് ഒരു ദിവസം ഉപവാസം നടത്താനാണ് ആ തീരുമാനം അന്ന് ഈ വെള്ളിയാഴ്ച നടന്നിരിക്കുന്ന യോഗം എടുത്തിരിക്കുന്നത്. അവിടെ തീരുന്നില്ല എന്ന് മാത്രമല്ല, ഗുജറാത്തിനെ 5 മേഖലകളായി തിരിച്ചിട്ട് 5 മേഖലകളിൽ നിന്ന് ധർമ്മരഥയാത്ര നടത്താനും രജപുത്രർ തീരുമാനിച്ചിട്ടുണ്ട്. രഥയാത്രയാണ് കേട്ടോ നടത്തുന്നത്. മെയ് 7-ാം തീയതിയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുക. അതുവരെ ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗുജറാത്തിലെ രാജ്പുട്ടുകൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഈ രാജസ്ഥാൻ്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കുമ്പോഴേ, ഈ ഗുജറാത്തുമായി ബോർഡർ ചെയ്യുന്ന സ്റ്റേറ്റാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ ബോർഡർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ സ്വാധീനം ഈ രജപുത്ര വിഭാഗങ്ങൾക്കുണ്ടെന്ന് മാത്രമല്ല, രാജസ്ഥാനിൽ 14% വോട്ടെന്ന് പറയുന്നത് രാജ്പുട്സ് ആണ്. രാജസ്ഥാൻ്റെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 8 കോടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 1.25 കോടിയിലധികം ആളുകൾ രജപുത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്, രാജ്പുട്സ് ആണ്. അവരുടെ ഒരു വോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1 കോടിയോളം വരും. 8 കോടി പേരിൽ 1 കോടി പേര് ഇപ്പോൾ BJPക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം രാജസ്ഥാനിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു ചെറിയ പ്രതിസന്ധിയല്ല. അതിനെ മറികടക്കണമെങ്കിൽ മുസ്ലിം വിരോധമല്ലാതെ മറ്റൊരു വഴിയുമില്ല. അവിടെ ഈ കാര്യം മാത്രമല്ല, രാജ്പുട്സ് ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വെസ്റ്റേൺ UPയിലെ രാജ്പുട്സ് കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി ഒരു മഹാപഞ്ചായത്ത് വിളിച്ചു. മഹാപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മഹാസമ്മേളനം. ആ മഹാസമ്മേളനം വിളിച്ചിട്ട് അവരെന്താ പറഞ്ഞത്? ബോയ്ക്കോട്ട് BJP എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു. മറ്റൊരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ജനറൽ VK സിംഗ് കേന്ദ്രമന്ത്രിസഭാ അംഗമാണ് കേട്ടോ. കേന്ദ്രമന്ത്രിസഭയിലെ സഹമന്ത്രിയാണ്. നേരത്തെ സൈനിക മേധാവിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ ജനറൽ VK സിംഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഗാസിയാബാദ് മണ്ഡലത്തിൽ നിന്നാണ് വിജയിക്കുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്നറിയാവോ? 5,67,000 വോട്ടാണ്. 2019 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്നറിയാവോ? 5,01,500 വോട്ടാണ്. രാജ്പുട്ടുകളുടെ നേതാവാണ് ജനറൽ VK സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തിട്ടില്ല. ഒരു കഥയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 5 ലക്ഷത്തിന് മേലിലാണല്ലോ ഭൂരിപക്ഷം. അത് മോഡിക്ക് തീരെ സഹിക്കുന്നില്ല എന്നുള്ളതാണ്. വാരണാസിയിൽ മോഡിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4,79,505 വോട്ടാണ്. ഇവിടെയാണ് 5 ലക്ഷത്തിന് മുകളിൽ വോട്ടുമായിട്ട് ഈ പറയുന്ന ജനറൽ VK സിംഗ് നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഉത്തർപ്രദേശിൽ വാരണാസിക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് അദ്ദേഹം ജയിച്ചു വരുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അത് മോഡിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് VK സിംഗിന് സീറ്റ് കൊടുക്കാതിരുന്ന ഒരു ഉള്ളറ കഥയുണ്ട്. എന്തായാലും ഈ കാര്യത്തിലും അതുപോലെ തന്നെ ഗുജറാത്തിൽ ഈ പുരുഷോത്തം റുപാല നടത്തിയ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലും രജപുത്രന്മാർ വലിയ രീതിയിൽ BJPക്ക് എതിരായിരിക്കുന്നു എന്നുള്ളതാണെന്ന് മാത്രമല്ല, രാജ്പുട്സ് അവകാശപ്പെടുന്നത് എന്താണെന്നറിയോ? രാജ്യത്ത് 24 കോടി പേരാണ് രാജ്പുട്ടുകളായി ഉള്ളത് എന്നാണ്. രാജ്പുട്ട് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്, ഒരു വലിയ ജാതി വിഭാഗമാണ്. അതിനകത്ത് ഒട്ടേറെ ഉപജാതികളുണ്ട് എങ്കിൽ കൂടിയും അവരാകെ 24 കോടി പേരുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഭാഗം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ BJP നേരിടുന്നത് ചെറിയ വെല്ലുവിളിയല്ല എന്ന് മാത്രവുമല്ല, രാജസ്ഥാനിൽ നിന്ന് BJPക്ക് കിട്ടിയിട്ടുള്ള ആഭ്യന്തര സർവേ പറയുന്നത് 10 സീറ്റ് പ്രാവശ്യം നഷ്ടപ്പെടുന്നതാണ്. അതായത് 10 സീറ്റ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ആർക്കാ പോകുന്നത്? 10 സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നതാണ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം BJP അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടിയും അതിനുശേഷം അവിടുത്തെ ജാതി സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗുജ്ജർ വിഭാഗം അവിടുത്തെ പ്രധാനപ്പെട്ട വിഭാഗമാണ്. ഈ ഗുജ്ജർ വിഭാഗം കോൺഗ്രസുമായി ഉടക്കി നിൽക്കുകയായിരുന്നു. എന്താ കാര്യം അറിയോ? സച്ചിൻ പൈലറ്റിന്റെ വിഭാഗമാണ് ഈ ഗുജ്ജർ. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കില്ല എന്നും സച്ചിൻ പൈലറ്റിന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നുമുള്ളൊരു പ്രശ്നം ഗുജ്ജർ വിഭാഗത്തെ പിണക്കി നിർത്തിയിരുന്നുവെങ്കിൽ സച്ചിൻ പൈലറ്റിന് ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CP ജോഷിയെ അവിടെ സ്ഥാനാർത്ഥിയായി ഇറക്കിയിട്ടുണ്ട് കോൺഗ്രസ്. CP ജോഷി ബ്രാഹ്മിൻ വിഭാഗമാണ്. ബ്രാഹ്മണിൽ ഒരു വിഭാഗം കോൺഗ്രസിനോട് അടുക്കുന്നു എന്ന സൂചനയുണ്ട്. അതേപോലെ തന്നെ മീണ വിഭാഗം, ദൗസ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ സ്വാധീനമുള്ള മീണ വിഭാഗത്തിൽ BJPക്ക് എതിരായിട്ട് എതിർപ്പുണ്ട്. ഈ രീതിയിൽ അതുപോലെ തന്നെ OBCയിൽ നിന്നാണ് അശോക് ഗെഹ്ലോട്ട് വരുന്നത്. ആ അശോക് ഗെഹ്ലോട്ടിന്റെ മാലി സമുദായം അടക്കമുള്ള OBC വിഭാഗങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു ചിന്ത വന്നിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ വലിയ ജാതി സമവാക്യങ്ങൾ മാറുകയും ഒരു പ്രധാനപ്പെട്ട സമുദായം രാജ്പുത്തുകൾ വലിയ രീതിയിൽ പരസ്യമായിട്ട് ബോയ്ക്കോട്ട് BJP ജാലോർ മണ്ഡലത്തിലും ജയ്പൂരിലും വീഡിയോ ഇറങ്ങി. സ്മൃതി, ഈ രണ്ട് സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാമേന്ദ്ര ബോറയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജയ്പൂരിൽ മത്സരിക്കുന്നത്, ദേവ്ജി പട്ടേലാണ് ജാലോറിൽ മത്സരിക്കുന്നത്. ഇവരൊക്കെ വളരെ പ്രമുഖരായ നേതാക്കളാണ്, നല്ല എന്താ പറയുക ബേസ് ഉള്ള ആളുകളാണ്. അവിടെയാണ് വീഡിയോ പ്രചാരണം രാജ്പുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വലിയ വെല്ലുവിളിയാണ് രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, വെസ്റ്റേൺ UPയിൽ ഒക്കെ ഈ ഒരു വിഭാഗം തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് BJP അഭിമുഖീകരിക്കുന്നത്. അതിനെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റ മരുന്നേ ഉള്ളൂ, അത് മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കിയാൽ ഇന്നിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടില്ലേ? കുട്ടികളെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നവർ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കണമെന്നറിയാമോ? പോപ്പുലേഷൻ ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സംഘപരിവാർ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പോപ്പുലേഷൻ ജിഹാദ് എന്താണ്? ഇവിടെ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ അവരുടെ ജനസംഖ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1909 ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഉപേന്ദ്ര മുഖർജിയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഡീക്കേയിങ് റേസ് എന്നാണ്. അതായത് ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വംശമാണ്. 1909 ഉപേന്ദ്ര മുഖർജി പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനുശേഷമാണ് RSS രൂപപ്പെടുന്നതെങ്കിലും അന്നേ ഈ പറയുന്ന ആശയം രൂപീകരിക്കുന്നുണ്ട്. എന്നിട്ട് 100 വർഷത്തിന് ശേഷം എന്താ സ്ഥിതി? അന്ന് 1909 പറയുന്നു ഡീക്കേയിങ് റേസ് ആണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ 2024 നമ്മൾ ഇരിക്കുമ്പോൾ 100 വർഷം കഴിയുമ്പോൾ ഈ ഇന്ത്യയുടെ പോപ്പുലേഷൻ ലാസ്റ്റ് സെൻസസ് 2011 എടുക്കുമ്പോൾ 79.80% ഹിന്ദുക്കൾ, 14% മുസ്ലിംസ്. എന്ത് സംഭവിച്ചു? ഇവിടെ ഈ പോപ്പുലേഷൻ ജിഹാദ് ഉണ്ട് എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ ഈ പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ ഒരു കണക്ക് പ്രകാരം അവർ ഈ പറയുന്ന എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, റേറ്റ് ഓഫ് പ്രോഗ്രഷൻ വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നത് 2101 അതായത് 2101 ഇനിയും 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ ഈ പറയുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്നത് 74% മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് 18%. ഈ പോപ്പുലേഷൻ ജിഹാദ് പറഞ്ഞിട്ടേ ഇന്നിപ്പോൾ 97 കോടി ജനങ്ങൾ ഹിന്ദുക്കളാകട്ടോ ഇന്ത്യയിൽ. ആകപ്പാടെ 17 കോടിക്കടുത്താണ് മുസ്ലിങ്ങളുള്ളത്. അപ്പോൾ ഈ പോപ്പുലേഷൻ ജിഹാദ് എന്ന് പറയുന്നത് ഇത് ഇപ്പം മാത്രം ഉന്നയിക്കുന്നതല്ല. നരേന്ദ്രമോദി 2002 ഗുജറാത്തിലെ മുസ്ലിം റിലീഫ് ക്യാമ്പുകളെ നോക്കി വിരൽ ചൂണ്ടി പ്രസംഗിച്ചത് എന്താണെന്നറിയാവോ? ചൈൽഡ് പ്രൊഡ്യൂസിങ് സെന്റേഴ്സ് എന്നാണ്. കുട്ടികളെ ഉണ്ടാക്കുന്ന സെന്റേഴ്സ് ആണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ 2021 ഓർഗനൈസറിന്റെ ലേഖനത്തിൽ എഴുതുന്നു, ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, 2023 ഓർഗനൈസറിന്റെ ലേഖനത്തിൽ എഴുതുന്നു അലാമിംഗ് ആണ് മുസ്ലിം പോപ്പുലേഷൻ വളരുന്നത് എന്നുള്ളത്. ഒരിക്കൽ പോലും ഡാറ്റാ ബേസ്ഡ് ആയിട്ട് അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ മില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട് മാത്രമേ ഇനി ഈ വോട്ട് ബാങ്കിനെ ഒന്നിപ്പിക്കാൻ കഴിയൂ. പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാലോ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായമായ ലിംഗായത്തിൽ നിന്ന് രാത്രിക്ക് രാത്രി ലിംഗായത്തിലെ പല നേതാക്കളും രാത്രി BJP വിട്ട് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ചു. അവിടെ ആ ലിംഗായത്തുകൾ പോവുകയും വൊക്കലിക പൂർണ്ണമായും ദേവഗൌഡയുടെ കയ്യിലാണ്. അപ്പം ഈ മണ്ണൊലിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോൾ എന്താ ചെയ്തതെന്നറിയാവോ? അവിടെ കർണാടക സർക്കാർ, BJP സർക്കാർ മുസ്ലിം റിസർവേഷൻ എടുത്തു കളഞ്ഞു. 4% റിസർവേഷൻ ഉണ്ടായിരുന്നു. ആ റിസർവേഷൻ എടുത്തു കളഞ്ഞിട്ട് അത് 2% വൊക്കലികയ്ക്കും കൊടുത്തു, 2% ലിംഗായത്തിനും
കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളിതാ മുസ്ലിം സംവരണം എടുത്തു കളഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു റിസൾട്ട്? 224 സീറ്റ് ഉണ്ടായിരുന്നു കർണാടകയിൽ, 135 സീറ്റാണ് കിട്ടിയത് കോൺഗ്രസിന്. കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഈ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോപ്പുലേഷൻ ജിഹാദ്, ഈ പറയുന്ന ഇൻഫിൽട്രേഷൻ, ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇൻഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഈ ഇൻഫിൽട്രേഷന്റെ കണക്ക് എവിടെയെന്നേ? 2014 മുതൽ 2023 വരെ പാർലമെന്റിൽ വിവിധ സമയങ്ങളിലായിട്ട് പല ചോദ്യങ്ങൾ ഇൻഫിൽട്രേഷനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. വി ഡോണ്ട് നോ എന്നതാണ് മറുപടി. കേന്ദ്ര സർക്കാരിന്റെ കണക്കില്ല. ദ സെൻട്രൽ ഗവൺമെന്റ് ഡസന്റ് ഹാവ് എനി പ്രോപ്പർ ഡാറ്റ എന്ന് തന്നെയാണ് മറുപടി. തെറ്റായ കണക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഇപ്പൊ ഈ NRC നടപ്പാക്കിയല്ലോ ആസാമിൽ. 40 ലക്ഷം ഇല്ലീഗൽ മൈഗ്രൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 2019 ഈ NRC നടപ്പാക്കിയതിനു ശേഷം എത്രയുണ്ടെന്നാണ് കണ്ടെത്തിയത്? 16 ലക്ഷം ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. 16 ലക്ഷം ഉണ്ട്. 40 ലക്ഷം ഒറ്റടിക്ക് 16 ലക്ഷത്തിലേക്ക് വന്നു. എന്നിട്ട് ഈ 16 ലക്ഷത്തിൽ ആരായിരുന്നു? അതിനകത്ത് എത്ര പേരാണ്? ബംഗാളി ഹിന്ദുസും അതുപോലെ തന്നെ ആസാമി ഹിന്ദുസും ആയിരുന്നു കൂടുതൽ, മുസ്ലിംസ് കുറവായിരുന്നു. അപ്പൊ എന്താ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്? അത് വീണ്ടും നടപ്പാക്കണമെന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന കപടമായ വാദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുന്നു. BJPയുടെ പ്രശ്നം, BJP വടക്കേ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സമുദായത്തിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് രാജ്പുത്തുകളാണ്. ആ രാജ്പുത്തുകൾ വളരെ പ്രോമിനന്റ് ആയ ഒരു വോട്ട് ബാങ്കാണ് രാജസ്ഥാനിലാണ്. അതുകൊണ്ട് രാജസ്ഥാനിൽ പോയി ഇന്ന് ഈ മുസ്ലിം വിദ്വേഷം പറഞ്ഞിരിക്കുന്നത് വിവിധ ജാതി വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ ഇനി ആ ഒറ്റ മാർഗം മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ളതുകൊണ്ട് അവസാനത്തെ ആയുധമാണ് നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ശരി, ഭയപ്പെട്ടോ ഭിന്നിപ്പുണ്ടാക്കൽ ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. ഭിന്നിപ്പുണ്ടാക്കൽ എന്ന ചോദ്യത്തിന് എൻ്റെ അഭിപ്രായത്തിൽ ഭയപ്പെട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് രാജസ്ഥാനിൽ കഴിയുമ്പോൾ അത് പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് വന്നത് ഇത്തവണ അത് 58% പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ അത് 63.71% അപ്പോൾ ആ പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ ആശങ്കയുണ്ടാക്കുകയും BJP യോഗം ചേരുകയൊക്കെ ചെയ്തൊരു പശ്ചാത്തലം നമുക്കുണ്ട്. അപ്പോൾ ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗം അതിവർഗീയത നിറഞ്ഞ ഒരു പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മണിക്കൂർ ഇത്രയായിട്ടും ഒരു നിലപാടെടുത്തിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകും എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അത് കൂടുതൽ മക്കളുള്ളവർ, നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെയാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കാര്യം പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് 2006 ഡിസംബർ 9 ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ നടത്തിയ പ്രസംഗം ആ രൂപത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം അതിനെ മാറ്റി പറഞ്ഞത്, വളച്ചൊടിച്ചുകൊണ്ട് പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ ഇതാണ്: രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് കോൺഗ്രസിൻ്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നാണ് അതിനർത്ഥം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ? ഇത് നിങ്ങൾ അംഗീകരിക്കാനാകുമോ? അമ്മമാരുടെയും പെൺമക്കളുടെയും സ്വർണ്ണങ്ങളുടെ കണക്കെടുത്ത് വിതരണം ചെയ്യാമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത്. നിങ്ങളുടെ താലിമാലയെ പോലും ഈ അർബൻ നക്സലുകൾ വെറുതെ വിടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങൾ എന്ന എവിടെയും മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടില്ല. മൻമോഹൻ സിംഗ് SC/ST വിഭാഗത്തെ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗത്തെ മാറ്റി അടർത്തിയെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് അത്. ദേശീയ വികസന കൗൺസിൽ യോഗത്തിലാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയിരുന്നത്. ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വികസനത്തിൻ്റെ ഫലം തുല്യമായി വിതരണം ചെയ്യത്തക്ക വിധത്തിലുള്ള പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ങ്ങളിൽ പ്രാഥമികമായ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. ആ സമയത്തിന് തൊട്ട് മുമ്പാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പാർലമെന്റിന് മുന്നിൽ വെച്ചിരുന്നത്. അപ്പോൾ ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പറയുന്നത് രാജ്യത്തെ SC/ST വിഭാഗത്തേക്കാൾ താഴ്ന്ന അവസ്ഥയിലാണ് മുസ്ലിം വിഭാഗം കഴിയുന്നത് എന്നുള്ള വിശദമായ റിപ്പോർട്ടാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. അസമത്വത്തെക്കുറിച്ചാണ് പ്രസംഗത്തിലുണ്ടായിരുന്നത്. മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തിൽ പട്ടികജാതി, പട്ടികവർഗം, സ്ത്രീകൾ, കുട്ടികൾ, ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷം എന്നിവർ അവഗണന നേരിടുന്നു എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിനെ അടർത്തി മാറ്റിക്കൊണ്ടൊരു പ്രസംഗം അദ്ദേഹം നടത്തുന്നു. അതിന് വലിയ തോതിൽ അവിടെ കയ്യടി കിട്ടുന്നു. ഇന്ന് വീണ്ടും അമിത്ഷായും അത് എടുത്തു പറയുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഈ രൂപത്തിൽ വർഗീയ പ്രസംഗങ്ങൾ മോദി നടത്തുന്നതെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. ഒരു വിഭാഗത്തെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു എന്നതിനെയും വളരെ മോശമായ പരാമർശം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഗുജറാത്ത് കലാപത്തിന് ശേഷം ആ മരണങ്ങളിലൊക്കെ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പട്ടി വണ്ടിക്കടിയിൽപ്പെട്ടാൽ, അല്ലെ, പട്ടിക്കുഞ്ഞ് വണ്ടിക്കടിയിൽപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുഃഖം, അത് അത്തരത്തിലുള്ള ദുഃഖം ഉണ്ടാകും എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രതികരണമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ രാജ്യത്തെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ മന്ത്രം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി തരുന്നതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RSSൻ്റെ നിലപാടാണ്. RSS നിലപാട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും നിലപാടുകളും ഉണ്ടാകും. പക്ഷേ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ
പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഈ തരത്തിൽ നടത്തിയ പല പ്രസംഗങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസംഗം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സമയത്തും ഈ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്ന് പ്രതിപക്ഷം കൃത്യമായി പറയുന്നു. പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രമല്ല അതല്ലാത്ത പരാതികളും എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രചാരണം എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒന്നാം ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് വലിയ നേട്ടമുണ്ടാക്കാനായി എന്നൊരു വിലയിരുത്തൽ അവർ തന്നെ നടത്തുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് എന്നതുകൂടിയാണ് അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി തരുന്നതെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഡോക്ടർ അരുൺ. സ്മൃതി, തീർച്ചയായും ഭയം കൊണ്ടൊരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള അവസാനത്തെ അടവാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ജലോറിലും ഒപ്പം തന്നെ ബൻസ്വാനയിലും നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ശിരസ് ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു പ്രസംഗമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പറഞ്ഞത് പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണ്. രണ്ട്, അങ്ങേയറ്റം വംശീയവുമാണ്. ഞാൻ ഇത് രണ്ടും എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിക്കാം. ഈ പ്രസംഗത്തിൽ പറയുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് വസ്തുതാവിരുദ്ധമാകുന്നതെന്ന് നോക്കൂ. പ്രസംഗം രണ്ട് പ്രധാനപ്പെട്ട റഫറൻസ് പോയിന്റുകളാണ് എടുക്കുന്നത്. ഒന്ന്, നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ 2006 ഡിസംബറിൽ ദേശീയ വികസന കൗൺസിൽ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി രണ്ടുപേരും കൂടി ഒരു ഫെഡറൽ സ്ഥാപനമാണ്. ആ ഫെഡറൽ സ്ഥാപനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് പിന്നീട് അന്ന് പ്ലാനിംഗ് കമ്മീഷനിലേക്ക് നയങ്ങളായി പോകേണ്ടത്. അപ്പോൾ ഒരു ഫെഡറൽ തത്വങ്ങളെ ആധാരമാക്കി ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ യോഗത്തിൽ മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെയാണ് വളച്ചൊടിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. പ്രസംഗം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നരേന്ദ്രമോദിയുടെ പ്രസംഗം പറയുന്നു, മുൻപ് അവരുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത്, എന്നാൽ എന്ന് പറഞ്ഞാൽ 2006 മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നത് രാജ്യത്തെ സമ്പത്തിന്മേൽ പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് മൻമോഹൻ സിംഗ് 2006 ഡിസംബർ മാസം നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന പ്രസംഗം ഇങ്ങനെയാണ്: ഐ ബിലീവ് അവർ കളക്റ്റീവ് പ്രയോറിറ്റീസ് ആർ ക്ലിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം തുടങ്ങുന്നത്. നമ്മളുടെ രാജ്യത്തിൻ്റെ മൊത്തം വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നമ്മളുടെ പരിഗണനാ മേഖലകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അഗ്രികൾച്ചർ, കൃഷി, ഇറിഗേഷൻ ആൻഡ് വാട്ടർ റിസോഴ്സസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ക്രിട്ടിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തോടൊപ്പം with programs for the upliftment of SC/ST. നോക്കൂ, ആദ്യ പരിഗണന SC/ST-യുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടുന്ന പ്രോഗ്രാമുകൾ. അതർ ബാക്ക്വേർഡ് ക്ലാസസ്, OBC വിഭാഗത്തിൽപ്പെട്ടവർ, രണ്ടിലും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ് എന്നത് നമ്മൾ ഓർമ്മിക്കണം. മൈനോറിറ്റീസ്, മൂന്നാമത്തെ വിഭാഗമാണ് മൈനോറിറ്റീസ്. ആൻഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ, കൂടാതെ സ്ത്രീകളും കുട്ടികളും. സ്ത്രീകൾ, കുട്ടികൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, OBC വിഭാഗത്തിൽപ്പെട്ടവർ, SC/ST വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരുടെ അപ്ലിഫ്റ്റ്മെന്റ് അടക്കം, ഒപ്പം കൃഷി, ഇറിഗേഷൻ, ഇതടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നിയുള്ള പ്രയോറിറ്റിയാണ് ഈ സർക്കാരിൻ്റേത് എന്നാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം. ആ പ്രസംഗം എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ആ വിവാദമായ ഭാഗം വരുന്നത് ഇവിടെയാണ്. The component plans for scheduled caste and scheduled tribes will need to be revitalized. ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും ഒക്കെ വികസന പദ്ധതികൾ കൂടുതൽ ഒരു ഊർജം നൽകേണ്ടതുണ്ട്. കൂടാതെ പറയുന്നു, വി വിൽ ഹാവ് ടു ഡിവൈസ് ഇന്നോവേറ്റീവ് പ്ലാൻസ് ടു എൻഷുർ ദാറ്റ് മൈനോറിറ്റീസ്, particularly the Muslim minority, are empowered to share equitably in the fruits of development. വികസനത്തിൻ്റെ നീതിപൂർവമായിട്ടുള്ള വിതരണം, തുല്യമായിട്ടുള്ള വിതരണം ഉറപ്പാക്കാൻ വേണ്ടി മൈനോറിറ്റീസിന്, SC/STക്ക്, OBCക്ക്, വിമണിന്, ചിൽഡ്രന്, ഈ കാറ്റഗറിയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. എന്നിട്ടാണ് വരുന്നത്, they must have the first claim on resources. The center has a myriad other responsibilities whose demands will have to be fitted with the overall responsibility. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കഴിഞ്ഞ് പാർട്ട് 4 ഇതിനെക്കുറിച്ച് പറയുന്നത്.
നമ്മളുടെ വെൽത്ത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി പരാമർശിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഈ പറയുന്ന മൈനോറിറ്റീസ്, ഈ പറയുന്ന SC/ST, ഈ പറയുന്ന വിമൻ, ഈ പറയുന്ന ചിൽഡ്രൻ, അവർക്ക് വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യേണ്ടത് ഈ സർക്കാരിൻ്റെ സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ് എന്നത് ഓർമ്മിപ്പിക്കുമ്പോൾ, അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരായ വിഭാഗങ്ങൾക്ക് അവർക്ക് ഈ രാജ്യത്തിൻ്റെ വിഭവത്തിൽ പ്രാഥമികമായ ഒരു പരിഗണന ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിനെയാണ് അവിടെ നിന്നും അടർത്തി മാറ്റി SC/ST ഇല്ലാതെ, OBC ഇല്ലാതെ, വിമണിനെ ഇല്ലാതെ, ചിൽഡ്രനെ ഇല്ലാതെ, അതിൽ മൈനോറിറ്റീസിൽ തന്നെ മുസ്ലിംസിനെ മാത്രം അടർത്തിയെടുത്തി വസ്തുതാവിരുദ്ധമായ ഒരു പ്രസ്താവന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വംശീയമായി തീരുന്നത്? വംശീയമായി തീരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു. അവിടുത്തെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയാണ്. ആ പ്രകടന പത്രികയിൽ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു ആവശ്യം വേണ്ടുന്ന നയങ്ങളിൽ വ്യത്യാസം വരുത്തും. ഏതു നയത്തിലാണ് വ്യത്യാസം വരുത്തുക? സാമ്പത്തിക സംവരണം ജാതി സംവരണത്തിനു പുറമേ നടപ്പാക്കുമെന്നും അങ്ങനെ സാമ്പത്തിക സംവരണത്തിലൂടെ വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വം കുറയ്ക്കുമെന്നുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. അതാണ് ഇന്ത്യയുടെ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമ്പത്തിന്റെ 22% ഇന്ത്യയിലെ ധനികരായ 1% കൈകാര്യം ചെയ്യുമ്പോൾ, അവസാനത്തെ തട്ടിലുള്ള 10%-ന് താഴ്ന്ന 10% പോലും വിഭവമില്ലാതിരിക്കുമ്പോൾ, വ്യക്തികൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരം കുറയ്ക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സർവേ നടത്തുമെന്നുള്ളതിനെ കോൺടെക്സ്റ്റിൽ നടത്തിയെടുത്ത് ദാ പറയുന്നു പ്രധാനമന്ത്രി. പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? അമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ താലിച്ചരടുകൾ പോലും ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി, ഈ കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കും എന്നുള്ള പ്രസ്താവന അതങ്ങേറ്റം വംശീയവും ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ കേൾക്കാൻ പാടില്ലാത്തതുമായ പ്രസ്താവനയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ തല താഴ്ത്തേണ്ട ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. ആ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത നിശബ്ദത പുലർത്തുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കുറ്റകൃത്യം. രണ്ടാമത്തത്, അതിൽ പരാതി നൽകിയിട്ടും ആ പരാതി പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇനി ഒരു കണക്ക് കൂടി ഞാൻ പറയാം. എന്താണ്? കൂടുതൽ സ്ത്രീ പെറ്റുകൂട്ടുന്നവരാണോ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവര്? അങ്ങനെയല്ല. കണക്കുകൾ നമ്മളോട് പറയുന്നു, 2001-ലെയും 2011-ലെയും വിവിധ കമ്മ്യൂണിറ്റികളുടെ വളർച്ചാ നിരക്കെടുത്താൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയിലുള്ള കുറവിനേക്കാൾ കൂടുതൽ കുറവാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലുള്ള റീപ്രൊഡക്ഷൻ റേറ്റിൽ ഉണ്ടാവുന്ന ഡിക്ലൈൻ. എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിനിടയിൽ 3.1% വളർച്ചാ നിരക്കിലുള്ള കുറവാണ് കാണിക്കുന്നതെങ്കിൽ 4.8% കുറവാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കാണുന്നത് റീപ്രൊഡക്റ്റീവ് റേറ്റിൽ. അപ്പോൾ മൂന്നാമത്തെ തലത്തിലാണ് അദ്ദേഹം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്. ഇത് കൂടാതെ നമ്മളുടെ മുന്നിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ 2005-ൽ നിലവിൽ വന്ന് 2006-ൽ പാർലമെന്റിൽ അവതരിപ്പിച്ച രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ആ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വളരെ പ്രസക്തമായ ചില ഭാഗങ്ങളുണ്ട്, നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തതാണ്. ഒരു സാധാരണ OBC വിഭാഗത്തിൽപ്പെട്ടയാളും മുസ്ലിം OBC വിഭാഗത്തിൽപ്പെട്ടയാളും തമ്മിൽ സാമ്പത്തികമായി താരതമ്യം ചെയ്താൽ മുസ്ലിം OBC വിഭാഗത്തിൽപ്പെട്ടവർ പല ആക്സസിന്റെ മീറ്ററുകളിലും പാരാമീറ്ററുകളിലും പിന്നോക്കം നിൽക്കുന്നു. 25% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിഭാഗങ്ങൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ ഒന്നുകിൽ ഡ്രോപ്പ് ഔട്ട് ആവുകയോ സ്കൂളുകളിൽ ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുന്നു. മുസ്ലിം വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ടത്ര അപ്രോച്ച് റോഡുകളോ വിളക്കുകളോ ഉണ്ടാവാത്ത അവസ്ഥയുണ്ടാവുന്നു. ആ കമ്മ്യൂണിറ്റി പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർവീസിലും പിന്തള്ളപ്പെടുന്നു. IAS-ൽ 3%, IPS-ൽ 4%, IFS-ൽ 1.8%, റെയിൽവേ സർവീസിൽ 4.5%, അതിൽ തന്നെ 98% താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടത് എന്ന് പറയുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ അത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച ചെയ്യുന്ന നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ മൻമോഹൻ സിംഗ് നടത്തിയ സാമൂഹിക നീതിയിലൂടെ വിതരണം ചെയ്യേണ്ടതാണ് ഇന്ത്യയുടെ വിഭവം എന്ന് പറയുന്ന ആശയത്തെ ആ കോണ്ടെക്സ്റ്റിൽ നടത്തിയെടുത്ത് എത്രമാത്രം മലീമസമായ മനസ്സോടുകൂടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഭയത്തിൽ നിന്ന് വരുന്ന അങ്ങേയറ്റം ദുഷിച്ച ഒരു ഭിന്നിപ്പിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. നുഴഞ്ഞുകയറ്റക്കാരല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, അവർ കൂടുതൽ പെറ്റുകൂട്ടുന്നവരുമല്ല, അവർ ഈ സമൂഹത്തിൽ പിന്നാക്കം നിന്ന് പോയൊരു വിഭാഗത്തിന്റെ പ്രാതിനിധ്യമുള്ളവരാണ്. അവരെ ഉയർത്തുക എന്നുള്ളത് ഒരു അഫർമേറ്റീവ് ആക്ഷന്റെ നീതിപൂർവമായിട്ടുള്ള സമ്പത്തിന്റെ വിതരണത്തിന്റെ പ്രയോറിറ്റി നിശ്ചയിക്കപ്പെടുമ്പോൾ അവർ മറന്നുപോകാൻ പാടില്ലാത്തതാണ്. അതിനെയാണ് ഇത്രയും മോശമായ വംശീയമായ രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് സീസണിൽ നമ്മൾ കണ്ട ഏറ്റവും വംശീയമായ പ്രസ്താവനയായി
ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ലോകരാജ്യത്തിന് മുന്നിൽ ഒരു പൗരൻ എന്ന നിലയിൽ ശിരസ് കുനിഞ്ഞു പോകുന്ന ഒരു പ്രസംഗം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. സ്മൃതി, ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. സുജിയ, ഭയപ്പെട്ടുള്ള ഒരു ഭിന്നിപ്പുണ്ടാക്കലാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു കൃത്യമായ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി രണ്ടാം ഘട്ടത്തിലേക്ക് കരുതി വെച്ചിരുന്നതാണ് എന്നാണ് എൻ്റെ ഒരു എളിയ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലിപ്പോൾ ഈ സെൻറ്റൻസ് ആ പ്രസംഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നത് ആലോചിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് എന്ന് വേണം കരുതാൻ. കാരണം കോൺഗ്രസ് ഇഫ് വോട്ടഡ് ടു പവർ വുഡ് ഡിസ്ട്രിബ്യൂട്ട് ദ കൺട്രീസ് വെൽത്ത് ടു ദോസ് ഹു ഹാവ് മോർ ചിൽഡ്രൻ എന്ന് പറയുന്നതിൽ ഈ ടു ദോസ് ഹു ഹാവ് മോർ ചിൽഡ്രൻ എന്ന് പറയുന്നിടത്ത് അത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് എന്ന് എടുത്തു പറയുന്നില്ല, ആ വാചകത്തിൽ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഹിന്ദി നമ്മൾ കേട്ട് നോക്കുമ്പോൾ അതിൽ മുസ്ലിം എന്ന് പറയുന്നില്ല. അതിന് തൊട്ട് മുൻപാണ് മുൻ സർക്കാർ എന്നുള്ള രീതിയിൽ മൻമോഹൻ സിംഗിലേക്ക് റെഫറൻസ് കൊടുത്തുകൊണ്ട് കൃത്യമായി പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച വാചകം ിലൂടെ വന്നത് എന്ന് വേണം കരുതാൻ. കാരണം അവിടുത്തെ ഈ ഞായറാഴ്ച രാജസ്ഥാനിലെ ബാൻസ്വരയിൽ നടത്തിയ റാലിയിൽ ബാക്കി പറഞ്ഞത് മുഴുവൻ വികസന പരിപാടികളെക്കുറിച്ച്, അല്ലെങ്കിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച്, രാജസ്ഥാനിലെ വികസന പരിപാടികളെക്കുറിച്ച്, കുടിവെള്ളം എത്തിക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ പ്രസംഗം മുഴുവൻ ഞാൻ ഒന്നുകൂടി എടുത്ത് കേട്ടു നോക്കി, ഈ വിവാദ ഭാഗം മാത്രമല്ലാതെ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ കൃത്യമായി ആ ഭാഗം ഉൾപ്പെടണം എന്ന് കരുതി തന്നെ പറഞ്ഞതായിട്ടാണ് തോന്നുന്നത്. അത് വിവാദമാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യേകമായി തന്നെ രണ്ടാമത്തെ ഭാഗത്ത് മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കാതെ ഇരുന്നതും. കാരണം രണ്ടാമത്തെ ഭാഗത്ത് മുസ്ലിം എന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനടി നടപടിയെടുത്തേനെ. ആ നടപടിയിലേക്ക് പോകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നത് വൈകിപ്പിക്കുന്നതിന് പിന്നിലും അവരും കൺഫ്യൂസ്ഡ് ആണ് എന്ന് വേണം കരുതാൻ. കാരണം ഈ പർട്ടിക്കുലർ പോയിന്റിൽ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ എന്ന് പറയുന്നിടത്ത് മുസ്ലിം എന്ന വാക്ക് ആ ഹിന്ദിയിൽ ഇല്ല, ആ വാചകത്തിൽ അവിടെ മുസ്ലിം എന്ന വാക്കില്ല. അതിന് തൊട്ട് മുൻപത്തെ വാചകത്തിൽ മുസ്ലിം എന്നുണ്ട് താനും. അപ്പോൾ അത് രണ്ട് ഭാഗമാക്കി വാദിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇട്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഇന്ന് അമിത് ഷാ അത് എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നതും ഇതേ വിഷയം തന്നെയാണ്. അപ്പോൾ നേരത്തെ ഉണ്ണിസാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇന്ന് ഞാൻ കണ്ടത് കോൺഗ്രസിൻ്റേത് ഒരു റെവല്യൂഷണറി മാനിഫെസ്റ്റോ ആണെന്നാണ്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ട് എന്ന് പറയുന്ന ഭാഗം അത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുക, കോൺഗ്രസിനെ കുറച്ചുകൂടി തുറന്നു കാട്ടുക, അത് അടുത്ത ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ സംഭവിക്കുക. ഇപ്പോൾ 26-ാം തീയതി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം മാത്രമേ കയ്യിലുള്ളൂ. അടുത്ത ഘട്ടത്തിലായിരിക്കും ഇതിനേക്കാൾ ഹൈ വോളൈറ്റൈൽ ആയിട്ടുള്ള അടുത്ത ഒരു ക്യാമ്പയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് 3rd സ്റ്റേജ് ഓൺവേർഡ്സ് ആയിരിക്കും. കാരണം കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു. 3ാം ഘട്ടം മുതലാണ് ഈ ചാർജ് ചെയ്തുള്ള പ്രസംഗങ്ങളിലേക്ക് നരേന്ദ്രമോദി കടക്കുന്നത്. അപ്പോൾ ഈ 2ാം ഘട്ടം എന്ന് പറയുന്നത് ഇത് ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷൻസ്, ആ ഡിസ്കഷൻസ് ബേസ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അതിനെ ഊന്നിക്കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് ഉദ്ദേശിച്ചത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ കൃത്യമായി ഓരോ സ്ഥലത്തിനും വേണ്ട സ്ട്രാറ്റജി അതാണ് പറയുന്നത്. 2ാം ഘട്ടത്തിലേക്കുള്ള ഒരു വോട്ട് വഴി വെട്ടൽ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിവാദത്തിന് തുടക്കമിടുന്നു. അത് കൃത്യമായി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. ഇനിയുള്ള 2 ദിവസം ഇത് മാത്രമായിരിക്കും ചർച്ച. കോൺഗ്രസ് ഇതുവരെ ഈ 2ാം ഘട്ടത്തിൽ വിഷയമാക്കണമെന്ന് കരുതിയ കാര്യങ്ങളിൽ നിന്നും അവർ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. അവരിപ്പോൾ ഇതിന് കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിൽ പ്രതികരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുന്നില്ലെന്ന് പറയാൻ അവരുടെ നോക്കിയാൽ അറിയാം. ഇന്ന് നേതാക്കളൊക്കെ സംസാരിച്ചതിൽ ഏറിയ പങ്കും പ്രധാനമന്ത്രി രാജസ്ഥാനിൽ ഞായറാഴ്ച പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ അവരുടെ പോയി കിട്ടി. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളുമാണുള്ളത്. അതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകുന്നു, ഡിലേയിങ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെയും ഇതേ രീതിയിൽ തന്നെ നരേന്ദ്രമോദി എന്താണോ ഉദ്ദേശിച്ചത് അതേ രീതിയിലേക്ക് ഓൺ ക്യാമ്പയിൻ ഒരു ഭാഗത്തേക്ക് സെറ്റ് അസൈഡ് ചെയ്യുകയും ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തിൽ അതിന്മേൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ എത്ര നേട്ടമുണ്ടാകും എന്നതുകൂടി നമ്മൾ നോക്കണം. പ്രധാനമന്ത്രി പറഞ്ഞതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ച വോട്ടുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞായറാഴ്ച പറയാനുള്ളത് പറഞ്ഞ സ്ഥലം പ്രധാനമാണ്, രാജസ്ഥാനാണ്. ഇന്ന് അലിഗഡിൽ പോയി അതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് മുത്തലാഖ് മുസ്ലിം സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചു, അതിനെതിരെ നിയമം കൊണ്ടുവന്ന് അവരുടെ ജീവിതം സുരക്ഷിതമാക്കിയതാരാ? ഞാനാണ്, നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലിഗഡ് എന്ന് പറയുന്നതും പ്രധാനമാണ്. ഓരോ സ്ഥലവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കൃത്യമായി സ്ഥലം നോക്കി തന്നെയാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചു പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ജനസംഖ്യാനുപാതികമായി വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുമോ? അങ്ങനെ ഒരു പോൾ പ്രോമിസ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അതായത് സാമ്പത്തിക അവസ്ഥ നോക്കിക്കൊണ്ടുള്ള ഒരു വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നടപ്പാക്കുമോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏപ്രിൽ 7-ാം തീയതി രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് ആളുകൾ പറയുന്നത്. ഈ വികസന പദ്ധതികൾക്കൊപ്പം കൃത്യമായി മുസ്ലിം എന്നുള്ളതിലേക്ക് റെറ്ററിക്ക് തിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന്
പിന്നോട്ട് പോകാൻ പറ്റില്ല. അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടിയാണ് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞു. മൻമോഹൻ സിംഗിനെ മിസ്കോട്ട് ചെയ്തു എന്നുള്ള ഒരു വാദം നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഉന്നയിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതിൽ സമ്പത്തിൽ പ്രഥമാവകാശം ആർക്കാണ്? അത് SC ST തുടങ്ങി എല്ലാവർക്കും ഒപ്പം മുസ്ലിങ്ങൾക്ക് എന്നാണോ മൻമോഹൻ സിംഗ് പറഞ്ഞത്? അതിൽ കോട്ട് ചെയ്യുന്ന തീയതിയുമുണ്ട്. 2006 ഡിസംബർ 9 മൻമോഹൻ സിംഗിന്റെ പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത്. അതിൽ ഇതിന്റെ ഒരു ബാക്ക്ലോഗ് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള പത്രങ്ങളുടെ ആർക്കൈവ് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നോക്കി. അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാത്രമാണ് ഒരു പേജ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ദിവസത്തെ 2006 ഡിസംബർ 9 സെർച്ച് എഞ്ചിനിൽ ഇപ്പോൾ കിടക്കുന്നതിൽ കോട്ട് ചെയ്തിരിക്കുന്നതും അങ്ങനെയുള്ളതുമെല്ലാം ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പേജാണ്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പേജിൽ അതിൽ തലക്കെട്ടായി കിടക്കുന്നത് ഇങ്ങനെയാണ്: മുസ്ലിംസ് ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓൺ റിസോഴ്സസ് PM എന്നതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓൺലൈൻ എഡിഷന്റെ കിടക്കുന്ന പേജിലെ തലക്കെട്ട്. ഇങ്ങനെയാണ്: മുസ്ലിംസ് മസ്റ്റ് ഹാവ് ഫസ്റ്റ് ക്ലെയിം ഓൺ റിസോഴ്സസ് PM. അങ്ങനെ ഒരു തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീയതി ഡിസംബർ 9, 2006. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഫസ്റ്റ് റൈറ്റ് ടു റിസോഴ്സസ്, വിഭവങ്ങളുടെ മേൽ പ്രഥമാവകാശം ആർക്കാണ്? അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിലെ റിപ്പോർട്ട് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പരാതി പോവുകയാണെങ്കിൽ എടുത്ത് കോട്ട് ചെയ്യാൻ ഒരു മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ്. ആ ഒരു മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശ്രദ്ധിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ മൻമോഹൻ സിംഗിനെ കോട്ട് ചെയ്തുകൊണ്ട് വിതിൻ കോട്ട്സ് ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി പറയാം. പ്ലാൻസ് ഫോർ മൈനോറിറ്റീസ് എസ്പെഷ്യലി മുസ്ലിംസ് മസ്റ്റ് ഹാവ് ദ ഫസ്റ്റ് ക്ലെയിം ഓൺ റിസോഴ്സസ് സോ ദാറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് റീച്ച് ദം ഇക്വിറ്റബിളി. എല്ലാവരിലേക്കും ഇക്വിറ്റബിളായുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകണം എന്നതാണ് അതിന്റെ വിശാലാർത്ഥത്തിൽ താഴെ കൊടുക്കുന്നതെങ്കിലും ഈ വാർത്തയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് മുസ്ലിംസിന് ഫസ്റ്റ് ക്ലെയിം ഓൺ റിസോഴ്സസ് ഉണ്ടാകണം, മസ്റ്റ് ഹാവ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് മൻമോഹൻ സിംഗിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ പത്രവാർത്ത അവിടെ കിടക്കുന്നത്. അതിനുശേഷം ഇതിന്മേൽ മൻമോഹൻ സിംഗിന്റെ മറ്റു പ്രതികരണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം മൻമോഹൻ സിംഗ് ഇത് വിശദീകരിച്ചുകൊണ്ടുള്ള PMOയിൽ നിന്നുള്ള ഒരു പ്രസ് റിലീസും കിടപ്പുണ്ട്. അത് PIBയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വാചകം വന്നു, അത് വാർത്തയായി എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതിന്മേലുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഈ രീതിയിൽ വിശാലാർത്ഥത്തിലാണ് പറഞ്ഞത്. ഡോക്ടർ അരുൺ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നേരത്തെ സ്മൃതി മാഡവും ഉണ്ണിസാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ വിശാലാർത്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് റെപ്രസെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു തലക്കെട്ടോടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ തീയതിയിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇതിന്മേൽ ഇനിയിപ്പോൾ രാജ്യത്തിന്റെ സമ്പത്തിന് മേൽ കൂടുതൽ അധികാരം മുസ്ലിങ്ങൾക്കാണ് എന്ന് കോൺഗ്രസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 2006 പറഞ്ഞത് ഇങ്ങനെയൊന്ന് കിടപ്പുണ്ട്, അത് തീർച്ചയായും അവർ ഉന്നയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ മുസ്ലിം പ്രീണനം, ഇതിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്ന അടുത്ത നറേറ്റീവ് എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനമാണ്. അത് വയനാട്ടിൽ നോക്കൂ, വയനാട്ടിൽ കൊടി ഉയർത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നേരത്തെ കൊടി ഉയർത്തിയപ്പോൾ എന്തായിരുന്നു? പാകിസ്ഥാന്റെ കൊടി. അതെന്താണ്? അത് മുസ്ലിം എന്നതിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇപ്പോഴെന്താണ്? ഇപ്പോൾ കൊടി ഉയർത്തുന്നില്ല. എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിന്റെ കൊടി ഉയരാത്തത് കൊണ്ട് കോൺഗ്രസും കൊടി ഉയർത്തുന്നില്ല. കോൺഗ്രസിന് കൊടി പോലും ഇല്ലാത്ത പാർട്ടി, കൊടിയില്ലാതെ പ്രചാരണം നടത്തുന്ന രാഹുൽ ഗാന്ധി. അപ്പോൾ അവിടെയും മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടി താഴ്ത്തിയ കോൺഗ്രസ്, അതാണ് ഉത്തരേന്ത്യയിലെ പ്രചാരണം. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ അവർ കൃത്യമായി അവരുടെ പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ക്യാമ്പയിൻ സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ ട്രെയിൽ നരേന്ദ്രമോദി സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസും CPIM ഒക്കെ അതിൻ്റെ ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ എന്താണോ അവർ എന്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന് അവർ ആഗ്രഹിച്ചോ അതിലേക്ക് കൃത്യമായി ചെന്ന് നിന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഈ വിഷയം മാത്രമായിരിക്കും, അല്ലാതെ തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ വിലക്കയറ്റമോ ഒന്നും ആയിരിക്കില്ല അവസാന ദിവസങ്ങളിൽ ചർച്ചയാവുക. അവസാനത്തെ കൂട്ടപ്പൊരിച്ചിലെന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഈ ഡിവൈഡിലേക്ക് തന്നെ ചർച്ച കൃത്യമായി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നേരത്തെ ഉണ്ണിസാർ പറഞ്ഞ ഒരു കാര്യത്തെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാജ്പുത് വിഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. രാജ്പുത് വിഭാഗത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം രാജ്പുത് വിഭാഗത്തെ സെറ്റിൽ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത് രാജ്പുത് വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഉന്നതനായ ഒരു നേതാവ് VK സിംഗ് മാത്രമല്ല, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്പുത് വിഭാഗത്തിൽപ്പെട്ടയാളാണ്. യോഗി ആദിത്യനാഥ് രാജ്പുത് വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അപ്പോൾ ഇവരൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഈ രാജ്പുത് ആധിപത്യമുള്ള ബിസാദ ഗ്രാമത്തിൽ നാളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റാലി നടക്കുകയാണ്. ബിസാദയിൽ രാജ്നാഥ് സിംഗ് വന്നിട്ട് പറയാൻ പോകുന്നത് അവരെ അനുനയിപ്പിക്കുന്നതിനുള്ള വാഗ്ദാനങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ അതും അവിടുത്തെ സ്കോറും സെറ്റിൽ ചെയ്യുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഗൗതം ബുദ്ധ് നഗർ മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ. രാജ്പുത്ത് മാത്രമേ ജയിക്കുകയുള്ളൂ. അവിടെ ഒരു പക്ഷേ BJPക്ക് വോട്ട് ചെയ്യില്ല എന്നവർ തീരുമാനിച്ചാലും സാധ്യത കുറവാണ്. ഈ അനുനയ ശ്രമങ്ങളൊക്കെ വിജയത്തിലെത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. നാളെയാണ് രാജ്നാഥ് സിംഗിന്റെ റാലി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഗൗതം ബുദ്ധ് നഗർ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു വിജയം പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം BSP അവിടെയുണ്ട്. BJPക്ക് വോട്ട് ചെയ്യാതെ BSPക്ക് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ക്യാമ്പയിൻ നടക്കുന്നത്. സാർ പറഞ്ഞത് ശരിയാണ്, ഗ്രാമങ്ങളിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പക്ഷേ
BJPക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ BSPക്ക് ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത് ആരെയാണ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ജൂൺ 4-ന് അറിയാനും കഴിയും. എനിക്ക് തോന്നുന്നത് രാജ്പുത് പ്രതിഷേധം ഇല്ലാതാക്കാൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഈ ക്യാമ്പയിനിലൂടെ യോഗി ആദിത്യനാഥിനും രാജ്നാഥ് സിംഗിനും കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞതിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രചാരണം അത് മനഃപൂർവ്വം വിദ്വേഷം ഇളക്കി വിടുന്നതിനായി ചെയ്തതാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ നടപടി എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ശരി, സുജയ പറഞ്ഞതിൽ നിന്നും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ചില കാര്യങ്ങൾ ആ പ്രസംഗത്തിൽ കൃത്യമായി തന്നെ മുസ്ലിം വിഭാഗത്തെ എടുത്തു പറയുന്നു എന്നുള്ളതാണ്. ഈ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും വർഗീയമായ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ഇത് നടാടെയുമല്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെയും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട സൈനികർക്ക് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് ചോദിച്ചിട്ടും അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി വന്നിട്ടും നടപടിയെടുത്തിട്ടില്ല. ഹിന്ദുക്കളെ ഭയന്നുകൊണ്ട് വയനാട്ടിലേക്ക് രാഹുൽ കടന്നെത്തി എന്ന് പറഞ്ഞ പരാമർശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരുന്നു. അപ്പോൾ അന്നും പരാതി പോയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അന്നും പരാതി എടുത്തിട്ടില്ല. അന്നും ക്ലീൻ ചിറ്റ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അജണ്ട സെറ്റ് ചെയ്തു പറഞ്ഞാൽ ഈ അജണ്ടയാണ് സെറ്റ് ചെയ്യുന്നത്. ഭിന്നിപ്പിച്ച് വോട്ട് നേടുക എന്ന അജണ്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ അജണ്ടയിലേക്ക് കോൺഗ്രസ് വീഴുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് പരാതിപ്പെടുക എന്നുള്ളത് പ്രാഥമികമായി പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്. അത് അവർ ചെയ്തിരിക്കുന്നു. എന്താണ് ഇലക്ഷൻ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പറയുന്നത്? നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ എനി ആക്ടിവിറ്റി വിച്ച് മേ അഗ്രവേറ്റ് existing differences or create mutual hatred or cause tension between different castes and communities, religious or linguistic എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ചിലർക്ക് അനുസരിക്കാതിരുന്നാലും നടപടി ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു ആക്ട് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേ വേണ്ട. ഇപ്പം നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ 2019 തെരഞ്ഞെടുപ്പിൽ ബാലാക്കോട്ട് ആക്രമിച്ചതിന് ശേഷം മരിച്ച സൈനികരുടെ പേരിൽ വോട്ട് ചോദിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന് പറയുകയും അതിൻ്റെ പേരിൽ ഒരു കേസ് വരികയും ആ കേസിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള അശോക് ലവാസയ്ക്ക് രാത്രി രാജിവെച്ച് ഈ രാജ്യം വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ കൃത്യമായി വരുതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ടല്ലോ, ഇന്നിപ്പോൾ രാജ്യത്തെ ജനാധിപത്യം ഏറ്റവും കൂടുതൽ തമാശയായി മാറിയ ഒരു ദിവസം കൂടിയാണല്ലോ. 543 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ സീറ്റിൽ വിജയിച്ചുകൊണ്ട് BJP ആദ്യത്തെ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഗുജറാത്തിലാണ് ആ വിജയമുണ്ടായിരിക്കുന്നത്. സൂറത്തിൽ നിന്നാണ് ജയിച്ചിരിക്കുന്നത്. എന്തൊരു തമാശയാണ്. അവിടെ ആ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരുന്ന എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന പിന്തുണക്കാർ കൂറുമാറുന്നു. അപ്പോൾ പിന്നെ അവരുടെ ഒപ്പുകൾ വ്യാജമാണെന്നുള്ള ആരോപണം വരുന്നു. ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് ഒപ്പിടുന്ന ആളുകൾ വ്യാജമായി മാറുന്ന അത്ഭുതകരമായ സാഹചര്യം. അതുമാത്രവുമല്ല, BSP അടക്കം 8 സ്ഥാനാർത്ഥികൾ ഒറ്റടിക്ക് പിന്നെ അവരുടെ നോമിനേഷൻ പിൻവലിച്ചു. സ്വതന്ത്രരാണ് ബാക്കി 7 പേരും, BSP 8. അങ്ങനെ സ്വതന്ത്രരും BSP അടക്കം 8 സ്ഥാനാർത്ഥികൾ ഒറ്റയടിക്ക് അവരുടെ പിന്നെ നോമിനേഷൻ പിൻവലിക്കുന്നു. മറ്റിടത്ത് വ്യാജമായി ഒപ്പുണ്ടാകുന്നു. അതായത് ഒരു നാഷണൽ പാർട്ടിയുടെ കാൻഡിഡേറ്റിൻ്റെയാണ് കേട്ടോ ആപ്ലിക്കേഷൻ. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുന്നു. അങ്ങനെ ഒരു വിജയം 543 സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരത്തിൽ ഒരു സീറ്റിൽ BJP വിജയവും പ്രഖ്യാപിച്ച് അക്കൗണ്ടും തുറന്നിരിക്കുകയാണ്. ഞാനിതാണ് പറയുന്നത്, രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെയൊക്കെ പരിഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഈ ഭരണഘടനാ സംവിധാനങ്ങളെയൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞതേ. കഴിഞ്ഞ ദിവസം മറ്റേ ബീഹാറിൽ പോയിട്ട് ഗയയിൽ പോയിട്ട് അതിഗംഭീരമായിട്ടാണ് പ്രസംഗിച്ചത്. ഭരണഘടന എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ദിവ്യമായ കാര്യമാണെന്ന് പ്രസംഗിക്കുക. അടുത്ത ദിവസം രാജ്യത്തിൻ്റെ ചാനലാണ് ദൂരദർശൻ. ആ ദൂരദർശൻ്റെ പിന്നെ ചിഹ്നത്തെ കാവ്യ പുതപ്പിക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വകവയ്ക്കാതിരിക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി എന്ത് സംഭവിച്ചാലും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം എന്ന് നന്നായി അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരെ ഭയന്നിട്ടല്ല നരേന്ദ്രമോദിയോ അമിത്ഷായോ യോഗി ആദിത്യനാഥോ എവിടെയും പ്രസംഗിക്കുക. അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ഒരു പ്രശ്നമല്ല, കോഡ് ഓഫ് കണ്ടക്ട് ഒരു പ്രശ്നമല്ല. അതൊക്കെ മാനേജ് ചെയ്യാൻ അവർക്ക് അറിയാം, നന്നായിട്ടറിയാം. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം എന്നൊക്കെ പറയുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഉത്തമ ബോധ്യമുള്ളവരായിരിക്കണം. കാരണം നമ്മുടെ രാജ്യത്തെ എപ്പോഴും നമ്മുടെ രാജ്യം ലോകത്ത് തന്നെ അഭിമാനമായിരിക്കുന്നത് നമ്മളുടെ ഈ ബഹുസ്വരത കൊണ്ടും നമ്മളുടെ മതേതര മൂല്യങ്ങൾ കൊണ്ടും നമ്മളുടെ ജനാധിപത്യ മൂല്യങ്ങൾ കൊണ്ടും ഒക്കെയാണ്. അതെല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഭയം ഉണർത്തുന്ന, ആശങ്ക ഉണർത്തുന്ന ഒരു സാഹചര്യം. ഒരു കാര്യത്തിലേക്ക് വരാം. ഞാൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം. ശരിക്ക് നമുക്കിനി 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. വേഗം അഭിപ്രായം പറയാൻ തോന്നുന്നു. സുജി ആദ്യം പറഞ്ഞു. ഈ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചൊന്നും ജയിച്ചതല്ല.
അവിടെ മുകേഷ് ദലാൽ കൃത്യമായി നാമനിർദ്ദേശ പത്രിക കൊടുത്തു. എതിർ സ്ഥാനാർത്ഥികൾക്ക്, അതായത് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴേക്കും ഒരു നാമനിർദ്ദേശ പത്രികയെങ്കിലും വൃത്തിയായി സമർപ്പിക്കേണ്ടേ, അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടുന്ന ആളുകൾ അതെങ്കിലും വ്യാജന്മാരല്ലാതിരിക്കേണ്ടേ. അതാണ് അവിടെ സംഭവിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിലേഷ് കുംഭാണിയെ പിന്താങ്ങിയ 3 പേരും പിന്മാറുകയാണ് ചെയ്തത്. അവരുടെ ഒപ്പ് വ്യാജമായി നിലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെയാണ് സത്യവാങ്മൂലം കൊടുത്തത്. അപ്പോൾ കോൺഗ്രസ്സുകാർ തങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥികളും ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണ് എന്നല്ലേ കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയും നിർത്തുമ്പോൾ, അതും ഗുജറാത്ത് എന്ന് പറയുന്നത് BJPയുടെ കയ്യിലുള്ള സീറ്റുകളാണ്, അവിടെ നിർത്തുന്ന എതിർ സ്ഥാനാർത്ഥികളെ അത്രയും ബലമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം. മാത്രമല്ല ഇതുപോലെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടുന്ന ആളുകളൊക്കെ തങ്ങളുടെ ആളുകൾ തന്നെയാണ്, സ്വാധീനിച്ചാൽ പിന്മാറാത്തവരാണ് എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് വേണം മത്സരിപ്പിക്കാൻ. അപ്പോൾ അവരുടെ അതുമാത്രമല്ല, സുരേഷ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രിക തള്ളി. അതിനുശേഷമാണ് ബാക്കിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ BSPയോടെ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തോന്നിയിട്ടാകും അവരും പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം പിന്മാറി. അങ്ങനെയാണ് എതിരില്ലാതെ മുകേഷ് ദലാൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ സ്ഥാനാർത്ഥികൾ പിന്മാറിയതിന് പിന്നിൽ BJP പിന്മാറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു സീറ്റിൽ മാത്രമാക്കുന്നതിന്, അങ്ങനെയാണെങ്കിൽ 26 സീറ്റിലും അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയൊന്നുമല്ല. സ്വന്തം സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുമ്പോഴേക്കും ആ നാണക്കേട് മറക്കാൻ രാഹുൽ ഗാന്ധി ഒക്കെ ഇരുന്ന് എന്തും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവനവന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവനവൻ തന്നെയാണ് നോക്കേണ്ടത്. ശരി, ഡോക്ടർ സുജയ പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണുള്ളത് കേട്ടോ. കാരണം വെച്ചാൽ കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനായിട്ട് വിട്ടുകൊടുക്കുന്ന 3 പേര് അവരേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നവരാണോ എന്നുള്ളത് കൂടി. ഇത്രയും വളരെ ദാരിദ്ര്യമുണ്ട് അവിടെ ഈ പിന്തുണയ്ക്കാൻ ആളുകളെ കിട്ടുന്ന കാര്യത്തിനകത്ത്. കോൺഗ്രസ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ അവരെ പിന്നെ അതിൽ നിന്ന് കൂറുമാറ്റുന്നത് അല്ലെങ്കിൽ അവർ മാറിപ്പോയത് ഒക്കെ വളരെ സുതാര്യമായും ഒക്കെ സംഭവിച്ചൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതിൽ അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സൂക്ഷിക്കണം. അല്ല, അതൊന്നും ജനാധിപത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ബാക്കി എല്ലാവരും ഉടനെ പത്രിക പിൻവലിച്ചു വളരെ പെട്ടെന്ന് വളരെ സ്വാഭാവികമായ നടപടികൾ നടക്കുകയും ചെയ്തു. ശരി ഡോക്ടർ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിസംബർ 9-ാം തീയതി ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിലെ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഡിസംബർ 9-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത വന്നതിന് തൊട്ടടുത്ത ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുണ്ട്, ഒരു ക്ലാരിഫിക്കേഷൻ നോട്ട് ഇറക്കുന്നുണ്ട്. അതിപ്പോഴും അവൈലബിൾ ആണ്, നെറ്റിൽ ഡിജിറ്റൽ ആർക്കൈവ്സിൽ അവൈലബിൾ ആണ്. ഡിസംബർ 10-ാം തീയതി ഇറക്കിയിരിക്കുന്ന ആർക്കൈവ്സിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ ആർക്കൈവ്സിൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും കാണാതെ, അഥവാ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടും അത് മറച്ചുവെച്ച് ഇന്ത്യയിലെ ജനങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നു എന്നതാണ്. എന്താണ് ആ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്ന വാചകം ഇതാണ്: ഈ അൺഅവോയ്ഡബിൾ കോൺട്രവേഴ്സി ജനറേറ്റ് ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഒബ്സർവേഷൻസ് ഹാവ് ആൾസോ ബീൻ കോട്ടഡ് ഔട്ട് ഓഫ് ദി കോണ്ടെക്സ്റ്റ്. എന്നിട്ട് പറയുന്നു, ഇറ്റ് വിൽ ബി സീൻ ഫ്രം ദി above that the prime minister's reference to the first claim on resources refers to all priority areas listed above. അത് ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ലെന്നും, ഇൻക്ലൂഡിംഗ് പ്രോഗ്രാംസ് ഫോർ ദി അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് SCs, STs, വിമൻ, ചിൽഡ്രൻ ആൻഡ് മൈനോറിറ്റി. ഇത് ഈ പ്രധാനമന്ത്രിയുടെ തന്നെ ഓഫീസ്, പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ തന്നെയുള്ള ഡിജിറ്റൽ ആർക്കൈവ്സിൽ ഇപ്പോഴുള്ള ഈ പ്രസംഗത്തെക്കുറിച്ച് പിന്നീട് മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തപ്പോൾ വന്ന ക്ലാരിഫിക്കേഷൻ നോട്ടാണ്. ആ ക്ലാരിഫിക്കേഷൻ നോട്ട് ഇരിക്കെ വളരെ വ്യക്തമായി തന്നെ ഇന്ത്യ മസ്റ്റ് ഷൈൻ ബട്ട് ഇറ്റ് മസ്റ്റ് ഷൈൻ ഫോർ ഓൾ എന്ന തത്വത്തിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞതിൻ്റെ വിശദമായിട്ടുള്ള രൂപം കയ്യിലിരിക്കെ സ്വന്തം ഓഫീസിൽ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ ജനങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് കണ്ട ഏറ്റവും ഹീനമായ, വംശീയവും ഒപ്പം തന്നെ വർഗീയവും വാസ്തവവിരുദ്ധവുമായ ഒരു വലിയ നുണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതിയിലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ മാറിയ സാഹചര്യത്തിൽ അവരെല്ലാം മൗനം പാലിക്കുന്നു എന്നുള്ളത്, മൗനം ഭുജിക്കുന്നു എന്നുള്ളത് അത്യന്തം നിരാശാജനകവുമാണ്. ശരി, 2023 പുറത്തു വന്ന ഹിന്ദുത്വ വാച്ചിന്റെ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിൽ വിദ്വേഷ പ്രസംഗങ്ങളുടെ വർധനയെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നിരിക്കുന്നത് മോദിയുടെ പാർട്ടിയും അനുബന്ധ കക്ഷികളുടേതുമാണ് എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. 255 വിദ്വേഷ പ്രസംഗങ്ങളിൽ 80% മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നുകൂടി അതിലെ കണക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇപ്പോഴത്തെ കാര്യങ്ങളെയും കാണാൻ എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഭയപ്പെട്ടോ ഭിന്നിപ്പുണ്ടാക്കൽ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതെ എന്ന 3 പേർ, നോ എന്ന സുജയ്. ഭയമില്ല എന്ന്. മീറ്റ് ദ എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. Good night. Meet the editors.